നമുക്ക് പൊള്ളലേൽക്കുക എന്നത് വളരെ സാധാരണമായി സംഭവിക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറിൻ്റെ കീഴിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അതെന്തൊക്കെയാണ്? പൊള്ളൽ എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുള്ള പൊള്ളലാണ്. പൊള്ളലിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ പൊള്ളലേൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ ചികിത്സാ രീതി മാറുന്നത്. പൊള്ളൽ ഇപ്പോൾ ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും പദാർത്ഥമോ നമ്മുടെ ശരീരത്തിൽ കോൺടാക്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ കോൺടാക്റ്റ് പീരിയഡും അതിൻ്റെ ചൂടിൻ്റെ അളവും വെച്ചിട്ടാണ് അതിൻ്റെ ഡെപ്ത് ഡിസൈഡ് ആവുന്നത്. അതിൻ്റെ താഴ്ച അനുസരിച്ചാണ് അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ഓപ്ഷൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. പൊള്ളലിൽ ചൂട് കൊണ്ട് ഉണ്ടാകുന്ന പൊള്ളലുണ്ട്, കെമിക്കൽ ബേൺസ് ഉണ്ട്, ഇലക്ട്രിക്കൽ ബേൺസ് ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ബേൺസും വ്യത്യസ്ത രീതിയിലാണ് ചികിത്സാ രീതി. പൊള്ളലേറ്റ് വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ അക്യൂട്ട് ബേൺ മാനേജ്മെൻറ്റും അത് കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഹാൻഡിലൊക്കെ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ബേൺസൊക്കെ പറ്റിയിട്ട് വരുന്ന ഹാൻഡ് കോൺട്രാക്ചറോ അല്ലെങ്കിൽ പൊള്ളൽ പറ്റി താഴ്ച കൂടിയതിന് ശേഷം കയ്യിലുള്ള ഞരമ്പുകളൊക്കെ വലിഞ്ഞു പോയിട്ട് കൺട്രാക്ചർ ഡെവലപ്പായി വരുന്നത്, കഴുത്തിലുള്ള കൺട്രാക്ചർ ഡെവലപ്പാവുന്നത്, ഇതൊക്കെ നോർമലാക്കി കൊടുക്കുന്ന ശസ്ത്രക്രിയയും ചെയ്യാറുണ്ട്.